കേരളത്തിൽ നിന്നുള്ള ഓപ്പൺ സോഴ്സ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് ആൻഡ് വിച്ച് വൺ ഈസ് യുവർ ഫേവറേറ്റ്? Kerala's like produced like awesome open source projects. Like complete designed കാര്യത്തിന് നോക്കുകയാണെങ്കിൽ ഹോപ്സ്കോച്ച് like beautiful ആണ് to look at. Like ഭയങ്കര പെർഫോമൻസ് ആണ്. ഇന്നലെയാണ് I think they launched their desktop app and it's like ഇതുവരെ എക്സിസ്റ്റിംഗ് $1 billion ഒക്കെ റേസ് ചെയ്ത് പോസ്റ്റ്മാൻ അങ്ങനെയുള്ള കമ്പനീസിനെക്കാട്ടില് ലൈക്ക് ഡെസ്ക്ടോപ്പ് സ്റ്റാർട്ട്സ് ഇൻ ലൈക്ക് പെർഫോമൻസ് വൈസ് ഭയങ്കര ബെറ്റർ ആണ്. Then like Chatweda, I don't think it's open source, but still it's good. It's a great product. പിന്നെ Chatboot. Yeah, that's an open source. I think ഓപ്പൺ സോഴ്സ് ഇന്റർകോം Intercom and and ടൂൾചെറ്റ് ഈസ് ഓൾസോ Tooljet. Yeah, എല്ലാവരും ഒരു ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഴ്സ് ആണ് ആൻഡ് ഓൾ ആർ ഫ്രം കേരള. exactly. വാട്ട് യു തിങ്ക് ഈസ് ഹാപ്പനിങ്? ഇപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണോ ഓർ വൈ ഡു യു തിങ്ക് മോസ്റ്റ് പീപ്പിൾ മലയാളീസ് ആർ വർക്കിംഗ് ഓൺ ഓപ്പൺ സോഴ്സ്? ഐ തിങ്ക് Serodele founder, tech CEO, Yeah. Kailash, Yes. is also some open source contributor, right? Yeah. Talk about more of that. I think like ഞാൻ ഏതൊരു ബ്ലോഗ് പോസ്റ്റിൽ വായിച്ചാണ് ലൈക്ക് കേരള ലവ്സ് ഓപ്പൺ സോഴ്സ് ബിക്കോസ് ലൈക്ക് നമുക്ക് കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമാണ്. Okay. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് എത്ര ട്രൂത്ത്ഫുൾ ആണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ കേരളത്തില് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ലൈക്ക് ഒരു ഭയങ്കര തറോ ഓപ്പൺ സോഴ്സ് കൾച്ചർ ഉണ്ട്. ലൈക്ക് എവറി കോളേജ് ഹാസ് ലൈക്ക് ഓപ്പൺ കോഴ്സിന് എന്തെങ്കിലുമൊക്കെ ചാപ്റ്റർ കാണും, അവരെന്തെങ്കിലുമൊക്കെ ലൈക്ക് ഡിബിയൻ ഇൻസ്റ്റാളേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും. ആൻഡ് ഐ തിങ്ക് ലൈക്ക് ഒന്ന് I think software is expensive. നമ്മളിപ്പോ US നിന്ന് വരുന്ന സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ പെർ മന്ത് സ്റ്റാർട്ട്സ് അറൌണ്ട് മേ ബി 500 40,000 rupees ആണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ സാലറി ആണ്. So I think open source gives a viable alternative to it. And I think like companies, ഇത്ര open source companies വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ because I think we just at core Malayalis really good builders. സോ ലൈക്ക് ഇന്റർകോമിനെ പോലൊരു പ്രൊഡക്റ്റിനെ ചാലഞ്ച് ചെയ്തിട്ട് ചാറ്റ്ബൂട്ടിന് വരാൻ പറ്റിയതും ലൈക്ക് പോസ്റ്റ്മാനെ പോലൊരു ഇതിനെ ചാലഞ്ച് ചെയ്തിട്ട് ഓപ്സ്കോച്ചിനൊക്കെ വരാൻ പറ്റിയതും ബിക്കോസ് ദ ഫൗണ്ടേഴ്സ് ആർ ലൈക്ക് ദാറ്റ് ഗുഡ് അറ്റ് വാട്ട് ദേ ഡു. ഒരു കോമ്പറ്റിംഗ് പ്രോഡക്റ്റ് ഓപ്പൺ സോഴ്സ് ലൈക്ക് ചാറ്റ്ബൂട്ട് ഒന്നുമല്ല ഇന്റർകോമിനുള്ള ലൈക്ക് ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് ഓപ്പൺ സോഴ്സ് തിങ്, ബട്ട് ദി എക്സിക്യൂഷൻ വാസ് റിയലി റിയലി ഗുഡ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് കംസ് ഫ്രം ലൈക്ക് ഒരു ഗ്രിറ്റ് ആയാലും ലൈക്ക് ആ വർക്ക് എത്തിക് ആണെങ്കിലും അതിനകത്ത് നിന്നൊക്കെയാണ് അത് സ്റ്റെം ചെയ്യുന്നത്. ലൈക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ലീഡറിനെയൊക്കെ ചാലഞ്ച് ചെയ്യാനുള്ള ആൻഡ് ഇറ്റ് ടേക്സ് ഒരു എമൗണ്ട് ഓഫ് ധൈര്യമുണ്ട്. മലയാളീസ് എന്ന് പറയണം ലൈക്ക് ആ കമ്മ്യൂണിറ്റി ഹിയർ ലൈക്ക് കുറച്ച് ധൈര്യശാലികളാണ്. ബിക്കോസ് ലൈക്ക് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക ഇറ്റ്സ് യു നീഡ് സർട്ടൻ എമൗണ്ട് ഓഫ് ബോൾഡ്നെസ്. ചിലപ്പോൾ അതിപ്പോ എന്നെ പോലെ ലൈക്ക് ഒരു വെറുതെ ഒരു ചുമ്മാ റിസ്ക് എടുത്ത് മണ്ണത്രം കാണിക്കുന്നതാവാം. But still, at the end of the day, result then it requires a certain level of courage, and I think courage is like abundant, like especially with the people we see in Kerala production. The risk they have taken to get to where they are is immense. Yeah. And I think it all started when you're in college, and the journey started when you're in college. Do you think what college is doing is enough, or what do you think college needs to bridge more the gap with the? I always think like college, like. In terms of academics, like at least for computer science, I'm a computer science major. At least academics, it's not enough. It's nowhere close to enough. Indicator technologies are. It's like nobody even uses kind of things. It's young college it's like a machine for corporate. Again, I'm not shaming corporate in any way. Corporate is a really good job, but our mold But at the same time, college is like a community under because some other college most probably initially or 10 പേരെങ്കിലും കാണും they completely tech focused ആണെങ്കിലും product focused ആണെങ്കിലും even in the early stages നമ്മൾ ഇപ്പൊ എല്ലാവരും എടുക്കുകയാണെങ്കിൽ തന്നെ they started in college. Almost everyone started in college. So I think ആ level of community നമുക്കൊരു കോളേജിൽ ഫോസ്റ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്ര ലോക്കലായിട്ട് ആൾക്കാർ നമ്മുടെ കോളേജിൽ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ലൈക്ക് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ലൈക്ക് ദ മോസ്റ്റ് തിങ് ഈസ് ലൈക്ക് ഒരുപാട് ആൾക്കാർ go work for Infosys, they go work for TCS, അങ്ങനത്തെ ബിഗ് നെയിം കമ്പനീസ് വർക്ക് ചെയ്യുമ്പോഴത്തേന് ലൈക്ക് നമ്മൾ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നോക്കിയിട്ട് TCS പോയി എന്തിനാ അങ്ങനെ പോയത്. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് നമ്മൾ അവരുടെ ഒരു ഫെമിലിയൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവരുടെ നോക്കിയാലും they do like what everyone else is doing. Like ഒരു പ്രൊഡക്റ്റിന്റെ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ലൈക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്ന് എന്റെ ക്ലാസ്സിൽ ഒരു സെലണ്ടോ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു, ലൈക്ക് ഡി ബാച്ചിൽ ഷാൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു സീസൺ പ്രോഡക്റ്റ് അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ വരുമ്പോഴത്തേന് ലൈക്ക് എന്നോട് ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഡി ബാച്ചിൽ ഷാൻ ഈസ് ലൈക്ക് സ്വന്തമായിട്ട് ഇതുണ്ട്, അതിൽ നിന്നാണ് ഒരു ബൈക്ക് മേടിക്കുന്നത്. സോ അന്നേരമാണ് നമുക്ക് ഇന്ത്യൻ മണി ഒരു കോൺസെപ്റ്റ് വരുന്നത്. സോ ദാറ്റ് ലെവൽ ഓഫ് ലൈക്ക് കമ്മ്യൂണിറ്റി നമുക്ക് ഓരോ കോളേജസിനും ഫോസ്റ്റർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂസ് ബിൽഡ് പ്രോഡക്ട്സ് ഇസ് ലൈക്ക് എക്സ്പെൻഷ്യലി ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനെ ഒരു ഇൻക്രീസ് വരുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളൊരു മാവയില്
100 കല്ലെടുത്തെറിയുന്നതും 1000 കല്ലെടുത്തെറിയുന്നതും മാങ്ങ വീഴുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. ആൻഡ് ലൈക്ക് ദ നമ്പർ ഓഫ് മാങ്ങ വിൽ ബി. I think Kerala can become like a not just God's own country, but also protects own country. Yeah, So I exactly. think that's the ambition I have for the future for Kerala, Yeah, and that's why we are doing this podcast and documenting stuff as well, right? yeah.